തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയ്ക്ക് എന്തൊക്കെയായാലും നല്ല ബെസ്റ്റ് ടൈമാണ്. ഒരു വിവാദം സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത പരാതി പോയിട്ടുണ്ടാവും. കഴിഞ്ഞ രണ്ടാഴ്ചയിൽ 3-ലധികം പരാതിയാണ് സ്ഥാനാർത്ഥിക്കെതിരെ പൊങ്ങി വന്നത്. IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വോട്ട് തേടി എന്ന പരാതിയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയ്ക്കെതിരെ തുടർ നടപടിക്ക് നിർദ്ദേശമായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പോസ്റ്ററുകൾക്ക് പുറമെ IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വീടുകളിൽ നോട്ടീസുകൾ വിതരണം ചെയ്തെന്ന് കാണിച്ച് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രശ്മി TS നൽകിയ പുതിയ പരാതിയിലാണ് നടപടി. മുൻപും രശ്മി തന്നെയാണ് പരാതി ഉന്നയിച്ചത്. അന്ന് IPS എന്നത് പോസ്റ്ററുകളിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ വീടുകളിൽ വിതരണം ചെയ്യുന്ന നോട്ടീസിൽ നിന്ന് IPS ഒഴിവാക്കിയിട്ടില്ല എന്നതാണ് പുതിയ പരാതി. പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുമാണ് ആർ ശ്രീലേഖ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ ശ്രീലേഖ IPS എന്ന് ഉപയോഗിച്ചെന്ന പരാതിക്ക് പിന്നാലെ IPS റിട്ടയർഡ് എന്നാക്കി മാറ്റാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും IPS പദവി പേരിനൊപ്പം ഉപയോഗിച്ചുവെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി TS രശ്മി നൽകിയ പരാതിയിലാണ് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തത്. ഇതിന് പിന്നാലെ പ്രചാരണ പോസ്റ്ററുകളിൽ ആ ശ്രീലേഖയുടെ പേരിനൊപ്പം ചേർത്തിരുന്ന IPS എന്നെഴുതിയത് കമ്മീഷൻ മായ്ച്ചു. ഇതോടെ BJP പ്രവർത്തകർ രംഗത്തെത്തി ബാക്കിയിടങ്ങളിലെ പോസ്റ്ററുകളിൽ റിട്ടയർഡ് എന്ന് ചേർക്കുകയും ചെയ്തു. കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് ആർ ശ്രീലേഖ ജനവിധി തേടുന്നത്. കോർപ്പറേഷൻ മേയറായി BJP ഉയർത്തിക്കാട്ടുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് ശ്രീലേഖ. ആർ ശ്രീലേഖ പേരിനൊപ്പം IPS പദവി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സിവിൽ സർവീസിൽ നിന്നും വിരമിച്ച വ്യക്തിക്ക് വിരമിക്കലിന് ശേഷം പേരിനൊപ്പം IAS, IPS മറ്റ് സർവീസ് പദവികൾ ഉപയോഗിക്കുന്നത് സർവീസ് ചട്ടപ്രകാരം കുറ്റകരമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്ക് പിന്നാലെ പേരിനൊപ്പം IPS ഇല്ലെങ്കിലും എല്ലാവർക്കും തന്നെ അറിയാമെന്നായിരുന്നു ആ ശ്രീലേഖയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള പോസ്റ്ററുകളിലും ഫ്ലെക്സുകളിലും IPS എന്നും ചുവരെഴുത്തുകളിൽ IPS റിട്ടയർഡ് എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുന്നിലെ ബോർഡിൽ ആർ ശ്രീലേഖ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ആർ ശ്രീലേഖയെ ജനങ്ങൾക്ക് പരിചയം പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിലാണ്. അതും പോലീസിന്റെ തലപ്പത്തെത്തിയ ആദ്യ വനിതാ ഉദ്യോഗസ്ഥ. മാത്രമല്ല ജയിൽ വകുപ്പിലെ ആദ്യ വനിതാ DGP, ഫയർഫോഴ്സിലെ ആദ്യ വനിതാ DGP എന്ന നിലകളിലും പ്രശസ്തി നേടിയാണ് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചത്. ആർ ശ്രീലേഖയടക്കം നിരവധി പേരാണ് കുറച്ചു വർഷങ്ങളായി BJPയിൽ അംഗത്വം എടുത്തത്. അതിൽ മുൻ പോലീസ് DGP TP സെൻകുമാർ മുതൽ ജേക്കബ് തോമസ് വരെയുണ്ട്. അൽഫോൺസ് കണ്ണന്താനം IAS-കാരനാണ്. മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇവർ ആരെങ്കിലും IAS-ഓ IPS-ഓ പേരിനൊപ്പം ഉപയോഗിച്ചാൽ അത് ഔദ്യോഗിക പദവിയായി കരുതേണ്ടി വരും. സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്നതുപോലെ തന്നെ സർക്കാർ നൽകുന്ന പട്ടങ്ങളും പദവികളും ജനങ്ങളെ സ്വാധീനിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുമുണ്ട്. അത് ജനാധിപത്യത്തെ മോശപ്പെടുത്തുമെന്നതുകൊണ്ടാണ് ആർ ശ്രീലേഖ മത്സരിക്കാൻ ഇറങ്ങാൻ തീരുമാനിക്കുമ്പോൾ മുതൽ തന്റെ പദവി പേരിനൊപ്പം ചേർക്കാൻ പാടില്ലായിരുന്നു എന്നാണ് തീരുമാനിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. അപ്പോൾ ശാസ്തമംഗലം വാർഡിലെ എതിർ സ്ഥാനാർത്ഥികളെക്കാൾ ഉന്നത നിലയിലുള്ള ആളായിരുന്നുവെന്ന് തന്റെ പേരിലൂടെ അറിയിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യക്തം. ഇത് ശാസ്തമംഗലം വാർഡിലെ സാധാരണക്കാരായ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് ഇതിലെ പ്രശ്നം. തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളുടെയെല്ലാം പ്രതിനിധിയാണ്. അങ്ങനെ വരുന്ന പ്രതിനിധി സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമോ എന്ന സംശയം ഉണ്ടാകുമെന്നത് സ്വാഭാവികമായ കാര്യം. അപ്പോൾ സാധാരണക്കാരന് കൂടി ബോധ്യമാക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥി ഇറങ്ങണം. കോടീശ്വരനും സവർണ ജാതിവാദിയും ഔദ്യോഗിക മേഖലയിൽ ഉന്നത ശ്രേണിയിൽ വിരാജിച്ചവരുമെല്ലാം ജനാധിപത്യ പ്രക്രിയയിൽ ഒരുപോലെയാണ്. മത്സരിക്കുന്നവരും വോട്ട് ചെയ്യുന്നവരും രാജ്യത്തിന്റെ ഉന്നതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അവിടെ പദവികളോ പ്രകടനങ്ങളോ പ്രച്ഛന്ന വേഷങ്ങളോ പാടില്ല. ജനങ്ങളും അവർ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയും അത് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയും മാത്രമാണ് അവിടെ വലുത്. പദവികളും പ്രശസ്തികളും മാറ്റിവെച്ച് ശാസ്തമംഗലം വനിതാ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആരാണ് വിജയിക്കുക എന്നത് കണ്ടറിയണം. എന്താകും ശാസ്തമംഗലത്തിന്റെ മനസ്സെന്നറിയാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കാത്തിരിക്കാൻ.